നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ച് സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും. മുന്നോട്ട് പോകാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. 1000 ആൾക്കാർ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സ്വപ്നത്തിലെത്താൻ നിങ്ങൾ പോരാടണം. അതിനായി നിങ്ങൾ ത്യാഗം സഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങളിൽ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം, അവർക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ സമയമായി എന്ന്. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്കും ഒരു കൈത്താങ് നൽകുക. ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായിരിക്കാം നമ്മുടെ വെളിച്ചം. പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ്. ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും, ഇടയ്ക്കിടെ പരാജയപ്പെടും. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനം നൊന്ത് പിന്മാറിയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട്. വിജയം എന്നത് യാദർച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.